അറബ് നാറ്റോയുടെ സമ്മർദ്ദത്തിൽ ട്രംപ് വീണു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെതിരെ നടപടി വേണം എന്നാണ് അറബ് നാറ്റോയുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത്. അത് ട്രംപ് വഴങ്ങുമതിന് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മുസ്ലിം രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ട്രംപ് വീഴുന്നു. ഇത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാകുമെന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ നെതന്യാഹു ന്യൂയോർക്കിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂയോർക്കിൽ നെതന്യാഹു എത്തിയത് പ്രത്യേക വഴിയാണ്. കാരണം പല രാജ്യങ്ങളുടെയും വ്യോമപാത നെതന്യാഹുവിന് തുറന്നു കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും നെതന്യാഹുവിനെ വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്താനോ കൂട്ടിച്ചേർക്കാനോ എന്ത് വില കൊടുത്തും അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്ക് നിലവിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന സമയത്താണ് ട്രംപിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. എന്നാൽ അതിനു മുമ്പ് ട്രംപ് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ളൊരു സന്ദേശവും നൽകിയിട്ടുണ്ട്. മറുവശത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ US സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനും സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ ഗാസയെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാനും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുമുള്ള അവരുടെ അഭിലാഷങ്ങൾ തടയാനും നിരവധി മുസ്ലിം രാജ്യങ്ങൾ ട്രംപിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെസ്റ്റ് ബാങ്കിൻ്റെ അധിനിവേശത്തോടുള്ള ട്രംപിൻ്റെ വ്യക്തമായിട്ടുള്ള എതിർപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യാഴാഴ്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷം ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്താൻ ഇസ്രായേലിനെ ഞങ്ങൾ അനുവദിക്കില്ല, അതൊരിക്കലും സംഭവിക്കില്ല. വാസ്തവത്തിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തുന്നതിനുള്ള സാധ്യമായ നടപടികളെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കുറച്ചു കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ട്രംപും നെതന്യാഹുവുമുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതിനകത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.